കക്ക ഇറച്ചിയിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളമൊഴിച്ച് ഇതുപോലെ തിളപ്പിച്ച് ഊറ്റി മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് സവോള, കൊച്ചുള്ളി, തേങ്ങാക്കൊത്ത്, തക്കാളി, കറിവേപ്പില, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, വറ്റൽമുളക്, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, വെളിച്ചെണ്ണ, ഏലക്ക. ഇനി ഇത് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യം തന്നെ ഉരുളി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്ത് ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇപ്പോൾ ചെറിയൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ്. അതൊരു ഒരു അര കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ. അതും ചതച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ വെളുത്തുള്ളി ഇപ്പോൾ ചേർക്കത്തില്ല. ഞാൻ ഫ്രൈ ചെയ്യാൻ നേരത്ത് ലാസ്റ്റേ ചേർക്കത്തുള്ളൂ. അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഇപ്പോൾ അതിലേക്ക് ഞാൻ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യത്തിന് ഗോൾഡൻ കളറ് കറക്റ്റ് കളറായിട്ടുണ്ട്. അത് മതി. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി ഒരു 10-15 കൊച്ചുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നെടുകെ ഒന്ന് കീറിയതാണ് കേട്ടോ. അപ്പം അതോടെ ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഉപ്പ്, കുറച്ച് ഉപ്പേ ഞാൻ ചേർക്കുന്നുള്ളൂ. വേവിക്കാൻ നേരത്തെ കക്കയിറച്ചി വേവിക്കാൻ നേരത്തെ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഉള്ളി ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ്. സവോളയും കൂടി ഇട്ട് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടട്ടെ. അപ്പം ഇതിലേക്ക് ഞാൻ ഈ കക്കയിറച്ചി ക്ലീൻ ചെയ്തേക്കുന്നത് 2 പ്രാവശ്യം ഉപ്പിട്ട് കഴുകിയതിന് ശേഷമാണ് കേട്ടോ. ഞാൻ പിന്നീട് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളമൊഴിച്ച് ഞാൻ ഊറ്റി മാറ്റി വെച്ചിരുന്നത്. കാരണം വെള്ളമൊഴിച്ച് തിളപ്പിച്ചാൽ മാത്രമേ കക്കയിറച്ചിയുടെ ഉളുമ്പ് മാറത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പച്ചമുളകും ഏലക്ക ചതച്ചതും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. ഏലക്ക ചതച്ച് ചേർക്കും കേട്ടോ. ഒരു ഉള്ളിയിലിട്ട് നമുക്കടെ ആ മസാലയിലിട്ട് ഏലക്കായുടെ നല്ലൊരു ഫ്ലേവർ കിട്ടണമെങ്കിൽ ചതച്ച് തന്നെ ഇടണം. അപ്പം ഇത്രയും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളറായിട്ടുണ്ടല്ലോ. ഉള്ളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടുന്ന മാത്രമല്ല, തക്കാളി നന്നായിട്ട് വേവണം. നന്നായിട്ട് മസാല കിടന്ന് തന്നെ വേവണം. അപ്പം അതും കൂടി ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നോട്ടെ. അപ്പം തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടട്ടെ. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന പൊടികളാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അത് പൊടികൾ എപ്പോഴും ചേർക്കുമ്പോൾ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തത്. അത് 1 സ്പൂണേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതോടെ ഇട്ട് കൊടുക്കുക. അതും ഇട്ട് നന്നായിട്ട് വഴന്നതിന് ശേഷം ഞാൻ ഇട്ട് കൊടുത്ത 1.25 ടേബിൾ സ്പൂൺ പെരുംജീരകപ്പൊടിയാണ്. പെരുംജീരകപ്പൊടി ചേർത്ത് അതും കൂടി വഴറ്റി കഴിഞ്ഞ ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാശ്മീരി മുളകാട്ടോ. അത് ഞാൻ 1 സ്പൂണേ ചേർത്തിട്ടുള്ളൂ. കുഞ്ഞുങ്ങളൊക്കെ കഴിക്കാനുള്ളവർക്ക് ഒത്തിരി എരി വേണ്ടല്ലോ എന്ന്. അപ്പം എപ്പോഴും നമ്മൾ എരി കുറച്ച്, ഇപ്പോൾ ഇതിനകത്ത് പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും ഒക്കെ എരി വരുമ്പോൾ എരി ഇതിനകത്ത് കറക്റ്റായിരിക്കും. അപ്പോൾ ഒത്തിരി മുളക് പൊടി അങ്ങ് ചേർത്ത് കൊടുക്കണ്ട. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന ഈ കക്കയിറച്ചി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. ആ മസാല എല്ലാം നന്നായിട്ട് കക്കയിറച്ചിയിലേക്ക് പിടിക്കണം. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പം ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണയുടെ കുറവ് തോന്നിയപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു.
നിങ്ങളും ഇതുപോലെ വെളിച്ചെണ്ണ കുറവ് വരുവാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇട്ട അളവ്, അതായത് കുരുമുളകിൻ്റെ ആണെങ്കിലും പെരുംജീരകത്തിൻ്റെ ആയാലും ഗരം മസാലയുടെ അളവ് കുറവാണെങ്കിൽ അപ്പോൾ ഇതിലേക്ക് ലാസ്റ്റ് ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇച്ചിരി കുറച്ച് ഗരം മസാലയും പെരുംജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് കുരുമുളക് പൊടിയാണ്. കാരണം ഞാനിവിടെ എടുത്തേക്കുന്ന കക്കയിറച്ചി എന്ന് പറഞ്ഞാൽ 1 കിലോ കക്കയിറച്ചിയുടെ അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഉപ്പിൻ്റെ കുറവ് തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഞാൻ ഇതിനകത്ത് വീണ്ടും കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നുകൂടെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ്. ഞാൻ ഈ സമയത്ത് ചേർക്കുകയാണെങ്കിൽ വെളുത്തുള്ളിക്ക് കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. വെളുത്തുള്ളി ചേർക്കുമ്പോൾ ഈ കക്കയിറച്ചിയിലേക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റേ വെളുത്തുള്ളി ചേർക്കുന്നത്. മിക്ക ആളുകളും തന്നെ ഇഞ്ചി ചേർക്കുന്ന കൂട്ടത്തിൽ തന്നെ വെളുത്തുള്ളിയും കൂടി ചേർക്കും. പക്ഷെ അതിലും നല്ല ഒരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് എപ്പോഴും ഇങ്ങനെ ചേർക്കുമ്പോഴാണ്. ഇപ്പോൾ നമ്മുടെ കക്കയിറച്ചി ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം തന്നെ ഇത് കാണാൻ നല്ല രസം, അതുപോലെ തന്നെ കാണാനും നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കണ്ടോ, ഇത് തന്നെ കണ്ടോ, ഇത് നല്ലൊരു ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് നല്ലൊരു കക്കയിറച്ചി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.